ഇത് മനഃപൂർവ്വമാണ് അമ്മൂമ്മ. ഇത് മനഃപൂർവ്വമാണ്. എനിക്കിത് സഹിക്കാൻ പറ്റൂല. എന്താടാ ആ ലച്ചുണ്ടല്ലോ കാണിക്കണ കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂല. ഞാൻ നേരത്തെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുവായിരുന്നു. എന്നെ ടക്കനെ വിളിച്ച് കേശോ ഓടിവാടാ. ഞാൻ വിചാരിച്ച് ദൈവമേ കണ്ണ് കാണാതെ എവിടെയെങ്കിലും പോയി മറിഞ്ഞടിച്ച് വീണെന്ന്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ പറയാണ്, എടാ പറമ്പിൽ ഒരു മൈനയുടെ സൗണ്ട് കേൾക്കണ്. അത് ഒറ്റ മൈനയാണോ അതോ 2 മൈനയാണോ നോക്കി പറയാൻ. അത് പോട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടിരിക്കുകയായിരുന്നു. എടാ കേശു ഓടിവാ, കാലിന് വേദന എടുക്കണ്, കാല് നീക്കിത്തരേ. ഇന്ന് രാവിലെ വരെ ആ കാലിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. എടാ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ തലയൊന്ന് ചൊറിഞ്ഞു കൊടുക്കാൻ. ഞാൻ തല ചൊറിഞ്ഞു കൊടുത്തു. 1/2 മണിക്കൂർ എന്നെ കൊണ്ട് തല ചൊറിയിപ്പിച്ചത്. 1/2 മണിക്കൂർ. கேசு என்னையும் அப்படிதான்டா. தேவையில்லாத விஷயத்துக்கெல்லாம் கூப்பிட்டா. உனக்கு தெரியுமா, கொஞ்சம் முன்னாடி அந்த அலமாரி இருக்குல்ல, அதுக்குள்ள இருக்கிற துணி முழுசா எடுத்து வெளியில போட சொன்னான். நான் முழுசா போட்டேன். அப்ப சொன்னா இதெல்லாம் மடிச்சு வைக்கணும்னு. கரெக்டா நான் மடிச்சு அடுக்கி வச்சேன்டா. காலை வச்சு ஒரு தட்டு எங்கிட்ட சொன்னா கண் பார்வை இல்லைல்ல, தெரியாதனமா நடந்ததுன்னு. அத மறுபடியும் முழுசா நான் மடிச்சு வச்சேன்டா. அதுக்கப்புறம் தான் நான் வெளியில வந்தேன். അവിടെ പാറുവിനെ കൊണ്ട് പുറന്തളയിപ്പിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നു? എടാ ഇതിന് മാത്രം നമ്മളോട് വൈരാഗ്യം കാണിക്കാൻ നമ്മൾ എന്തോ ചെയ്തടാ? എനിക്ക് അറിഞ്ഞൂടാ അമ്മൂമ്മ. സത്യം പറയില്ല. ഇന്നലെ ഡോക്ടർ എന്നോട് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ മോനെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ വൈകിട്ട് തന്നെ വേണമെങ്കിൽ ആ കണ്ണിലെ മറ്റേ കെട്ടുണ്ടല്ലോ ഊരാന്നാണ്, വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഒരുമാതിരി ചേച്ചി കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചേച്ചിയുടെ കണ്ണടിച്ചു പോയാലാണ്. ആരെനിക്ക് ക്യൂടെക്സ് ഒന്ന് ഇട്ടായിരുന്നേ? ഓൾറെഡി ആ കയ്യിലൊരു ക്യൂടെക്സ് കിടപ്പില്ലേ? അത് ചുരണ്ടി കളഞ്ഞിട്ട് ഇതിട്ടുക. ഇത് ചുരണ്ടി കളഞ്ഞിട്ട് വേറെ ഇട്ട് തരാനോ? അതിന് എത്ര സമയം എടുക്കും കൊച്ചേ? അല്ല നീ ഇതിപ്പോ ഇട്ടോണ്ട് എങ്ങോട്ട് പോകുന്നു? എവിടെ പോകുന്നില്ല, വീട്ടിൽ ഇരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, പിന്നെ என்ன லட்சு இது? எங்களுக்கு எல்லாருக்கும் அவங்க வேலை இருக்குப்பா. வேலையெல்லாம் முடிஞ்சதுக்கு அப்புறம் நான் உனக்கு போட்டு விடுறேன். നിങ്ങൾക്ക് കണ്ണ് കാണാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേല ഇരിക്കും. എനിക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. സമയം കളയേണ്ട ഇത് ഇട്ടുക. അല്ലേ ചേച്ചി, ഇതിപ്പോ ലാഭമായല്ലേ? ചേച്ചി കണ്ണ് കാണാത്തോണ്ട് ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി കാണത്തില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് കാണാലോ. ഒന്ന് ഇട്ടതാ, ഇല്ലെങ്കിൽ ഇത് സ്വഭാവം മാറും കേട്ടാ. തരാൻ പറ്റൂല. എടാ എന്തുവാണ് ഇട്ടാടാ? എന്താ അമ്മൂമ്മ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലിട്ട് പോ. എന്തേ ആരും ഒന്നും മിണ്ടുന്നില്ലേ? എനിക്കേ ഉൾക്കാഴ്ചയുണ്ട്, ജ്ഞാനക്കണ്ണ്. ഞാൻ ഈ കെട്ടഴിച്ചിട്ടേ കുറച്ചു നേരമായി. നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്ന് കാണിച്ച കോപ്രായങ്ങൾ മൊത്തം ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടായിരുന്നു. ഈ മൊത്തം എന്ന് പറയുമ്പം മൊത്തം എന്റെ കണ്ണിൽ ഇച്ചിരി പൊടി പോയപ്പോ ഇങ്ങനെ. അപ്പൊ ശരിക്കും എന്റെ കണ്ണിന് വയ്യാതെയാവുമായിരുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കിയേനെ അല്ലേ? മക്കളെ അതൊന്നും അല്ല. കേശു ആശുപത്രി പോയിട്ട് വന്നപ്പോഴേ പറഞ്ഞു കണ്ണിന് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന്. പിന്നെ നീ ആണെങ്കിൽ നാഴിക്ക് 40 വട്ടം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമല്ലയോ, ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ. അതുകൊണ്ടാ അമ്മൂമ്മ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലച്ചേച്ചനൊരു കണ്ണ്. നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്. സത്യം പറഞ്ഞാലേ നിങ്ങളെയൊക്കെ കാണാതെ ജീവിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ.